ഈ ഉത്തരവുകളെല്ലാം ഇപ്പോൾ വരുന്നത് രാജ്യവ്യാപകമായി ബാധിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളായാണ്. പക്ഷേ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ കോടതികൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകതകളും പ്രാദേശികമായ അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് വേണം ഉത്തരവ് പുറപ്പെടുവിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതാണ്ട് 6 കോടി നായ്ക്കളുണ്ട് എന്ന് പറയുന്നതൊക്കെ ഒരു ഏകദേശ കണക്കാണ്, ഇതൊന്നും കൃത്യം കണക്കല്ല. ഈ 6 കോടി നായ്ക്കളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തെരുവ് നായ്ക്കളുടെ എണ്ണമാണ് ഈ 6 കോടി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നേരത്തെ മിനിസ്റ്റർ എം പി രാജേഷ് പറഞ്ഞത് കേട്ടല്ലോ, കേരളം എന്ന് പറയുന്നത് അതിദ്രുതം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളം മൊത്തത്തിലൊരു നഗരമാണ്. കേരളം പോലെ ജനസാന്ദ്രമായ ഒരു സ്റ്റേറ്റ് ഈ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എടുത്തു നോക്കിയാൽ ഒരു സ്റ്റേറ്റും ഇല്ല. അപ്പോൾ ഇവിടെ അതേ മട്ടിൽ ഇത് നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, ഈ 6 കോടിയുടെ കണക്ക് ഇപ്പോൾ ഹർഷം പറഞ്ഞു, അതിൽ നമ്മൾ വേണ്ട 6 കോടി ഇല്ല എന്ന് വയ്ക്കുക, 1 കോടിയാണെന്ന് വയ്ക്കുക. ഒരു പട്ടിക്ക് ഒരു ദിവസം അതിനെ പോറ്റാൻ എത്ര ദിവസം മിനിമം നമുക്കൊരു എത്ര രൂപ ചെലവാകും? 15 രൂപയെന്ന് വെച്ചാൽ 15 കോടി ഒരു ദിവസം. അതാണ് ആ നിലയ്ക്ക് പ്രായോഗികമല്ല. ആ നിലയ്ക്ക് അങ്ങനെ തീറ്റിപ്പോറ്റാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുഴുവൻ ഈ സ്കൂളുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും എല്ലാം വളപ്പുകൾ കെട്ടി തിരിച്ചു വേണം ഈ പട്ടികളെല്ലാം പുറത്താക്കാൻ, നായ്ക്കളെ പുറത്താക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാകും? അത് വളരെ വേഗത്തിൽ ഇത് നടപ്പായിക്കൊള്ളണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അവിടെ ഇവിടെയൊക്കെ നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകും, നായി കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. അതെല്ലാമായി ആളുകൾ നേരെ കോടതിയിലേക്ക് ചെല്ലും. അപ്പോൾ കോടതി എന്താണ്, ഈ ഉദ്യോഗസ്ഥരെ പഴിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തുകയോ അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഇത് വിഷയത്തെ സങ്കീർണമാക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. കാരണം ആ റൂട്ട് കോസ് പഠിക്കാതെയാണ് വിധി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ ആക്ടിവിസ്റ്റുകളും വിക്ടിംസും 2 തരത്തിലാണ് ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുക. അതിൽ എല്ലാം വിക്ടിംസ് പറയുന്നത് പൂർണ്ണമായി എടുക്കുകയോ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് പൂർണ്ണമായി എടുക്കുകയോ ചെയ്യരുത്. ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് നിന്നിട്ടാണ് ഈ കാര്യങ്ങളെ വിലയിരുത്തുകയും ആ കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇതിവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഇപ്പോൾ ഗാർബേജ് ഡംപിങ് അടക്കമുള്ള, അല്ലെങ്കിൽ ഈ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളടക്കമുള്ളവ, ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അടക്കമുള്ളവ, ഇതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല.